all, welcome to ONCE. In this session, we will be discussing one of the previous year question from the topic amplitude modulation. That is, it comes under analog communication. Analog communication lu varuna topic aanu namukkariyam amplitude modulation. Adiloru previous year question aayirikkum nammal innu discuss cheyyunna. So let's see the question. A signal x of t is equal to half cos 2 pi 70t plus 1 by 3 2 pi 120t is input to a square law modulator as shown in the figure below with a carrier frequency of 10 kilohertz. So FC എന്ന് പറയുന്നത് 10 kilohertz ആണ്. Assume VO അതായത് V naught is equal to A1 VI plus A2 VI square, and appropriate bandpass filter is used to generate standard AM signal. If output signal has a carrier amplitude of 10 volt and Ka equal to half, the value of A1 and A2 is. Okay, so A1 A2 എന്ന് പറയുന്നതിന്റെ പ്രോഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്, നമുക്ക് സിഗ്നൽ എന്ന് പറയുന്ന ഇൻപുട്ട് എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു സ്ക്വയർ ലോ മോഡുലേറ്ററിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ. എന്തിനാണ് സ്ക്വയർ ലോ മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം AM-ന്റെ ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ലോ മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ക്വയർ ലോ മോഡുലേറ്ററിലേക്ക് കൊടുത്തു, അതിന് ശേഷം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ റിക്വയർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, റിക്വയർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു AM സിഗ്നലാണ്. അപ്പോൾ AM സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നോൺ ലീനിയർ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ കുറേ പാരാമീറ്റേഴ്സ് കാണും. അതിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടേം കിട്ടാൻ വേണ്ടി, അതായത് AM-ന് സിമിലർ ആയിട്ടുള്ള ഒരു ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ AM സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ AM സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് കാരിയർ ആഫ്റ്റർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞിട്ട്. ഔട്ട്പുട്ട് സിഗ്നൽ ഹാസ് എ കാരിയർ ആംപ്ലിറ്റ്യൂഡ്, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്തതിന് ശേഷം, അത് ഈ ഫുൾ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു AC ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. അതേപോലെ KA നമുക്കറിയാം, KA എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്ററിന്റെ സെൻസിറ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ദാറ്റ് KA ഈസ് ഓൾസോ ഗിവൺ ആസ് എന്താണ്, ഹാഫ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡാറ്റേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതേപോലെ ഒരു കാര്യം എന്താണ്, സ്ക്വയർ ലോ മോഡുലേറ്റർ. നമുക്കറിയാം സ്ക്വയർ ലോ മോഡുലേറ്റർ നമ്മൾ ഓൾറെഡി AM ജനറേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്ക്വയർ ലോ മോഡുലേറ്ററിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം. സോ സ്ക്വയർ ലോ മോഡുലേറ്ററിൽ എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പോൾ അത് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് V0 ഇസ് ഈക്വൽ ടു A1 VI പ്ലസ് A2 VI സ്ക്വയർ. അത് നോൺ ലീനിയർ ഡിവൈസിൻ്റെ ഔട്ട്പുട്ടാണ് V0 എന്ന് പറയുന്നത്, അതിൻ്റെ ഇൻപുട്ടാണ് VI എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ദിസ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ഇസ് റിലേറ്റഡ് എന്നുള്ളത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. V0 is equal to A1 VI plus A2 VI square. ഇതിൽ A1ഉം A2 എന്ന് പറയുന്ന കോൺസ്റ്റൻസിന്റെ പ്രോഡക്റ്റ് വാല്യൂ എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം. സോ ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് VI. നമുക്കിപ്പോൾ VI എന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് എക്സ് ഓഫ് ടി ആണ്. ആക്ച്വലി നമ്മൾ ഇൻപുട്ട് വേറൊരെണ്ണം കൊടുക്കുന്നത് എന്താണ്, AC cos omega CT എന്നല്ലേ നമ്മൾ കാരിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AC cos omega CT. അപ്പോൾ ഇനിഷ്യലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാരിയർ എന്ന് പറയുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 1. അതായത് വെറും cos omega CT എന്ന് പറയുമ്പോഴത്തേക്കും AC-യുടെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും VI എന്ന് പറയുന്നത്, VI വിൽ ബി സം ഓഫ് എക്സ് ഓഫ് ടി ആൻഡ് cos omega CT. നമുക്കൊന്ന് എഴുതാം. സോ VI എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് കോസ് ഒമേഗ CT. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള നോൺ ലീനിയർ ഡിവൈസിലേക്കാണ് അത് പാസ് ചെയ്യുന്നത്. നോൺ ലീനിയർ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VO ആണ്. VO നമുക്ക് എങ്ങനെ എഴുതാം, VO ഈസ് ഈക്വൽ ടു A1 VI പ്ലസ് A2 VI സ്ക്വയർ. സോ A1 VI എന്ന് പറയുന്നത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് എക്സ് ഓഫ് ടി പ്ലസ് കോസ് ഒമേഗ CT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ A1 എക്സ് ഓഫ് ടി പ്ലസ് കോസ് ഒമേഗ CT. നെക്സ്റ്റ് പ്ലസ് A2 എക്സ് ഓഫ് ടി പ്ലസ് കോസ് ഒമേഗ CT
ഹോൾ സ്ക്വയർ വരും അല്ലെ, വി ഐ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? എക്സ്പാൻഡ് ചെയ്താൽ a1 x of t plus a1 cos omega ct plus a2 x of t plus 2x of t cos omega ct plus എന്ത് വരും? cos സ്ക്വയർ ഒമേഗ സി ടി. അപ്പൊ നമുക്ക് a2 എന്നുള്ളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങനെ എഴുതാം? ഈ എല്ലാ ടേമിന്റെയും കൂടെ a2 എന്ന് വരും അല്ലേ. സോ a2 x of t, ഇവിടെ a2, ഇവിടെയും നമുക്ക് a2 എന്ന് പറയുന്നത് വരും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി നോട്ട് ഓഫ് വിച്ച് ഇസ് ഔട്ട്പുട്ട് ഓഫ് നോൺ ലീനിയർ ഡിവൈസ്. നോൺ ലീനിയർ ഡിവൈസിന്റെ ഔട്ട്പുട്ട് നമ്മളൊരു ഫിൽറ്ററിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ബാൻഡ് പാസ് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞു. ബാൻഡ് പാസ് ഫിൽറ്റർ അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ വഴി പാസ് ചെയ്ത് നമുക്ക് AM സിഗ്നൽ ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ AM സിഗ്നൽ എങ്ങനെ എഴുതാം? സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ഓഫ് AM സിഗ്നൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? S of t is equal to AC 1 plus KA M of t cos omega ct അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ AC cos omega ct പ്ലസ് എന്താണ്? AC KA M of t cos omega ct. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോമാറ്റിലായിരിക്കണം അല്ലെ. നമുക്ക് AM സിഗ്നൽ ആണ് വേണ്ടത്. അപ്പൊ AM സിഗ്നലിന്റെ ഫോമാറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് AM സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഈ ഫിൽറ്ററിൽ കൂടി പാസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഫിൽറ്ററിന്റെ ഒരു ഫീച്ചേഴ്സും നമുക്ക് തന്നിട്ടില്ല. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ യൂസ് ചെയ്ത് നമുക്ക് AM സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയ വി ഔട്ടിലുള്ള വേരിയബിൾസും നമ്മുടെ ഇതായിട്ടും കമ്പയർ ചെയ്തിട്ട് ആയിരിക്കും നമ്മളിത് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പയർ ചെയ്താൽ നമുക്കറിയാം ഔട്ട്പുട്ടിൽ AM സിഗ്നൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോസ് ഒമേഗ സി ടിയുടെ ടേം വേണം. അതേപോലെ M of t കോസ് ഒമേഗ സി ടിയുടെ ടേം വേണം. M of t എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ X of t ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടേംസ് ആയിരിക്കും വരിക? നമുക്ക് ഈ ഒരു ടേമിന്റെ റിക്വയർമെന്റ് ഉണ്ട്. A1 കോസ് ഒമേഗ സി ടി അല്ലേ. AC കോസ് ഒമേഗ സി ടി ആയിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് ആ ഒരു ടേം വേണം. പിന്നെ എന്താ വേണ്ടത്? X of tയും കോസ് ഒമേഗ സി ടിയും. X of tയും കോസ് ഒമേഗ സി ടി ഏതിലാ വരിക? ഈ ഒരു ടേമിലായിരിക്കും അത് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ആയിരിക്കും നമ്മുടെ ഫിൽറ്ററിൽ കൂടി പാസ് ചെയ്ത് ഔട്ട്പുട്ട് സൈഡിൽ വരിക. അപ്പൊ അങ്ങനെ വന്നാൽ ഫിൽറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് വരും? ഫിൽറ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി A1 cos omega ct plus A2 x of t cos omega ct. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റെപ്രസെന്റേഷന്റെ രീതിയിലേക്ക് മാറ്റി എഴുതാം അല്ലെ. അപ്പൊ അതെങ്ങനെ എഴുതാം? A1 1 plus A2 by A1 into 2 x of t into cos omega ct. ഓക്കെ, സോ ഇതിൽ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാം? നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള AM മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 വോൾട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു AC. If you are comparing this expression, first expression, second expression, if you first ഉം second ഉം കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? AC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു A1. And what is this AC എന്ന് പറയുന്നത്? It is
10 volt. So you can write A1 എന്ന് പറയുന്നതിന്റെ വാല്യൂ is equal to 10 volt. ഇനി നെക്സ്റ്റ് നമ്മളിത് കമ്പയർ ചെയ്താൽ എന്ത് പറയാം? നമുക്കറിയാം ഇവിടെ KA M of t. സോ M of t എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ X of t ആയിരിക്കും. സോ റിമൈനിങ് ഉള്ളത് KA ആണ്. അപ്പം ഇത് ഈ ഒരു വേരിയബിൾ KA-ന് ഇക്വലന്റ് ആയിരിക്കും. സോ അങ്ങനെ എഴുതിയാൽ എന്ത് വരും? 2 times A2 by A1 will be equal to KA. KA എന്ന് പറയുന്നത് എന്താണ്? It is also given in the question as 1/2. Okay, KA എന്ന് പറയുന്നത് 1/2 ആണ്. So 2 into A2 by A1 എന്താണ്? It is 10 volt. So you can calculate A2 as 10/4. So 10/4 എന്ന് പറയുമ്പോൾ it is 2.5. നമുക്ക് ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? A1-ന്റെയും A2-ന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? The question is you have to find the value of A1 into A2. അതായത് A1-ന്റെയും A2-ന്റെയും പ്രോഡക്റ്റ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ A1 എന്ന് പറയുന്നത് ഇപ്പം എന്താ കിട്ടി? നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. അതേപോലെ A2 എന്ന് പറഞ്ഞാൽ it is 2.5. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? The final answer will be 25. Okay? So this is all for today. So ഇന്ന് നമ്മൾ നോക്കിയത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.